നമസ്കാരം, എൻ്റെ പേര് ഫേബ ആൻസണി. മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 75ാം സാധാരണ കൗൺസിൽ സമ്മേളനം ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേദിയായി. ഭരണഘടനാ ഭേദഗതി 2ാം വായന തുടർ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. 60ാം തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ ജനുവരി മാസം 25ാം തീയതി മുതൽ ഫെബ്രുവരി 1ാം തീയതി വരെ നടത്തപ്പെട്ടു. 103ാമത് ബഥേൽ ദിന പരിപാടികൾ ഇന്നും നാളെയുമായി നടത്തപ്പെടും. ദക്ഷിണേന്ത്യ സഭയുടെ 2 മഹാ ഇടവകൾക്ക് കൂടി പുതിയ അധ്യക്ഷന്മാരെ ലഭിച്ചു. ഇന്നലെ നടന്ന സിനഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഡെപ്യൂട്ടി മോഡറേറ്റർ സ്ഥാനത്തേക്ക് ഈസ്റ്റ് കേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റെവറൻ VS ഫ്രാൻസിസിനെ നാമനിർദ്ദേശം ചെയ്തു. ഹ്യൂസ്റ്റൺ CSI ദേവാലയത്തിൽ താങ്ക്സ് ഗിവിംഗ് സൺഡേ ആരാധന ഒരു വലിയ സാക്ഷ്യ ശുശ്രൂഷയായിരുന്നുവെന്ന് ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. മഹായിടവക സന്നദ്ധ സുവിശേഷ സംഘം ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ സന്ദർശനം നടത്തി. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം അടൂർ മണക്കാല CSI HSS ഫോർ ദി പാർഷ്യലി ഹിയറിംഗിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ജനറേഷൻ ഗ്യാപ്പ് നികത്താൻ കോട്ടയം ജെൻസി പോസ്റ്റ് ഓഫീസ് CMS കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ ശുശ്രൂഷകൾക്കായി ഇളമണ്ണൂർ, കണ്ണമംഗലം, കരിമ്പേക്കൽ സഭകൾ സന്ദർശിച്ച് അഭിവന്ദ്യ ബിഷപ്പ് ഉജ്ജ്വല സ്വീകരണം നൽകി. വിവിധ സഭകൾ. തിരൂരിൽ നടന്ന 26ാമത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ അടൂർ മണക്കാല പാർഷ്യലി ഹിയറിംഗ് സ്കൂളിന് ഉജ്ജ്വല നേട്ടം. പുന്നവേലി CMS LP സ്കൂളിൽ നാടിന്റെ ഓർമ്മകൾ പുസ്തകമാക്കിയ പൂർവ്വ വിദ്യാർത്ഥിയുടെ സന്ദർശനം വിദ്യാർത്ഥികൾക്ക് നവ്യ അനുഭവമായി. വാർത്തകൾ വിശദമായി. മധ്യകേരള മഹായിടവകയുടെ 75ാം സാധാരണ കൗൺസിൽ സമ്മേളനം ഡിസംബർ 4 മുതൽ 6 വരെയുള്ള തീയതികളിൽ നടത്തപ്പെട്ടു. കൗൺസിലിന്റെ സാധാരണ നടപടിക്രമങ്ങൾ പാലിച്ചാണ് യോഗം ആരംഭിച്ചത്. സജീവ സേവനത്തിൽ നിന്നും വിരമിച്ച വൈദികരെയും സഭാ ശുശ്രൂഷകരെയും കൗൺസിൽ സമ്മേളനത്തിൽ ആദരിച്ചു. സിനഡ് കാര്യങ്ങൾ, വാർഷിക റിപ്പോർട്ട്, വാർഷിക കണക്ക്, ബഡ്ജറ്റ്, ബോർഡ് കമ്മിറ്റി നടപടി അവലോകനങ്ങൾ, അനുബന്ധമായ ചോദ്യങ്ങൾ കൗൺസിൽ യോഗങ്ങളിൽ സജീവ ചർച്ചയായി. കൗൺസിലിൽ നടന്നതായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ ഒരു ചെറിയ റിപ്പോർട്ടാണ്. CSI മധ്യകേരള മഹായിടവകയുടെ 75ാം ഡയോസിഷ്യൻ കൗൺസിൽ സമ്മേളനം ഡിസംബർ 4 രാവിലെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടെ ആരംഭിച്ചു. ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് 10 മണിയോടുകൂടി മുൻകൂട്ടി അറിയിച്ച അജണ്ട അനുസരിച്ചുള്ള കൗൺസിൽ സമ്മേളനം ആരംഭിച്ചു. ക്വോറം ഉള്ളതിനാൽ കൗൺസിൽ നിയമപരമാണെന്ന് അധ്യക്ഷൻ പ്രഖ്യാപിച്ചു. ബിഷപ്പിനോടൊപ്പം വൈദിക സെക്രട്ടറി റെവറൻ അനിയൻ കെ പോൾ, ആത്മായ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഡാനിയൽ, ട്രഷറർ റെവറൻ ജിജി ജോൺ ജേക്കബ്, രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷീബ തരകൻ എന്നിവർ കൗൺസിൽ നയിച്ചു. മഹായിടവക ബിഷപ്പിന്റെ അധ്യക്ഷ പ്രസംഗം സഭയുടെ ആത്മീകവും ഭൗതികവുമായ തലങ്ങളിൽ ഊന്നി വിവിധ മേഖലകളെ അവലോകനം ചെയ്യുന്നതായിരുന്നു. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിന്മേലുള്ള ചർച്ചകൾ നടത്തപ്പെട്ടു. ഡയോസിസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക വിലയിരുത്തൽ, പുതിയ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങൾ കൗൺസിലിൽ അവതരിപ്പിച്ചു. അക്കൗണ്ടുകളും ബഡ്ജറ്റും കൗൺസിൽ അംഗീകരിച്ചു. വൈദികരുടെയും സഭാ ശുശ്രൂഷകരുടെയും അടിസ്ഥാന ശമ്പളത്തെപ്പറ്റിയും ശമ്പള പരിഷ്കരണത്തെപ്പറ്റിയും ചർച്ചകൾ നടന്നു. 12.5% വർധനവ് കൃത്യമായി ലഭിക്കുന്ന വിധത്തിൽ പരിഷ്കരണം ഉണ്ടാകണം എന്ന് ബിഷപ്പ് നിർദ്ദേശിച്ചു. ദളിത് വികസന ഫണ്ട്, കൈപ്പറ്റ ഹാബേൽ മ്യൂസിയം, ബുക്ക് ഫെയർ എന്നിവയ്ക്ക് നീക്കിവച്ചിരിക്കുന്ന തുക വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും സഭയിൽ നിർദ്ദേശം ഉണ്ടായി. ആലപ്പുഴ നോർട്ടൺ ബംഗ്ലാവിനെ പറ്റിയുള്ള ചർച്ചകളിൽ അവിടെ നടക്കുന്ന പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് മുന്നോട്ടു പോകുവാൻ തീരുമാനം എടുത്തു. തുടർന്നുള്ള നടത്തിപ്പിന് മേൽനോട്ടം നൽകുവാനും സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുവാനും ബിഷപ്പ് മഹായിടവക ഭാരവാഹികളെ ചുമതലപ്പെടുത്തി. ബുക്കാനൻ ക്യാമ്പസ് സംബന്ധിച്ചുള്ള സംവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കുവാനും ബിൽഡിങ്ങുകൾ റെഗുലറൈസ് ചെയ്യുവാനുമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചു. ബോർഡുകളുടെയും വിവിധ കമ്മിറ്റികളുടെയും നടപടി പ്രസ്തുത സമ്മേളനത്തിൽ അവലോകനം ചെയ്തു. കടികാപുരം ബെത്സൈദ പ്രൊജക്ടിന്റെ 2 നിലകളുടെ വാർപ്പും അനുബന്ധമായി നടക്കുന്ന നിർമ്മാണ പുരോഗതിയും കൗൺസിൽ വിലയിരുത്തുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. മുന്നോട്ടുള്ള പണികൾക്കാവശ്യമായിട്ടുള്ള പണം പ്രൊജക്ടിനായി സ്ഥലം വാങ്ങിയപ്പോൾ
എല്ലാ സഭകളും ഒത്തൊരുമിച്ച് സഹകരിച്ചതുപോലെ ഈ ആവശ്യത്തിനായി എല്ലാ സഭകളിൽ നിന്നും കണ്ടെത്തുവാനും കൗൺസിൽ തീരുമാനിച്ചു. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ നടന്ന പണികളെ സംബന്ധിച്ചും സമ്മേളനത്തിൽ വിശദമായ ചർച്ചകൾ നടത്തപ്പെട്ടു. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെപ്പറ്റി ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായി പഠിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പ്രൊഫസർ CA എബ്രഹാമിനെയും ഡോക്ടർ സാംകുട്ടി ജോർജിനെയും ബിഷപ്പ് നിയോഗിച്ചു. അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 75ാം കൗൺസിലിന്റെ തുടർ സമ്മേളനം പിന്നീട് നടത്തപ്പെടുന്നതാണ്. ന്യൂസ് ഡെസ്ക്, സെറാഫിം മീഡിയ. 60ാം തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ ജനുവരി മാസം 25-ാം തീയതി മുതൽ ഫെബ്രുവരി 1-ാം തീയതി വരെ നടത്തപ്പെടും. 25-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന യോഗം മധ്യകേരള മഹായിടവക അധ്യക്ഷൻ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. മുൻ വർഷങ്ങളെ പോലെ ബൈബിൾ സ്റ്റഡി, വിവിധ സംഘടനകളുടെ കൺവെൻഷൻ യോഗങ്ങൾ, റിവൈവൽ മീറ്റിംഗുകൾ, മിഷണറി സമ്മേളനം, അധ്യാപക അനധ്യാപക സമ്മേളനങ്ങൾ, ഉണർവ് യോഗങ്ങൾ എന്നിവ നടത്തപ്പെടും. പദവി യോഗങ്ങൾക്ക് പുറമെ ഇത്തവണ വിവിധ സഭാ അധ്യക്ഷന്മാരെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എക്യുമെനിക്കൽ സമ്മേളനം കൺവെൻഷൻ യോഗങ്ങളുടെ ഒരു പ്രധാന ആകർഷണമായിരിക്കും. ഇതിനു പുറമെ കൺവെൻഷൻ യോഗങ്ങളുടെ കടശി യോഗത്തിന് മഹായിടവക ദിനം എന്നതിന് പകരം മഹായിടവക സംഗമം എന്നാണ് ഇത്തവണ നാമകരണം ചെയ്തിരിക്കുന്നത്. മിഷണറി ആഗമനത്തിന്റെ 150 വർഷങ്ങൾ തികയുന്ന പശ്ചാത്തലത്തിൽ ആരംഭിച്ച മഹായിടവക കൺവെൻഷൻ യോഗങ്ങൾ 60 വർഷങ്ങൾ പിന്നിടുന്ന പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ആഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് അഭിവന്ദ്യ ബിഷപ്പ് ആശംസിച്ചു. 103ാമത് ബഥേൽ ദിന പരിപാടികൾ ഇന്നും നാളെയുമായി നടത്തപ്പെടും. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും വചന ശുശ്രൂഷയ്ക്കും മണക്കാല CSI ചർച്ച് ഇടവക വികാരി റെവറൻഡ് ബിപിൻ ജേക്കബ് നേതൃത്വം നൽകുന്നതാണ്. നാളെ രാവിലെ 9:15 ആരംഭിക്കുന്ന സ്തോത്ര ശുശ്രൂഷയ്ക്ക് മധ്യകേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നേതൃത്വം നൽകുന്നതും കൊല്ലം കൊട്ടാരക്കര ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ജോസ് ജോർജ് മുഖ്യ സന്ദേശം നൽകുന്നതുമാണ്. തുടർന്ന് 10:30 ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുന്നത് സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സത്രിയുടെ ഡീൻ ഡോക്ടർ അശ്വതി ജോൺ ആണ്. ഉച്ചകഴിഞ്ഞ് 2:30 മഹായിടവക യുവജന പ്രസ്ഥാനം വനിതാ സമ്മേളനം പെണ്ണിടം നടത്തപ്പെടുന്നതാണ്. ബഥേൽ ദിനത്തോടനുബന്ധിച്ച് തിരുവല്ല വൈദിക ജില്ലാ യുവജന പ്രസ്ഥാന അംഗങ്ങൾ ബഥേൽ ആശ്രമവും പരിസരവും ശുചീകരിക്കുകയും പെയിന്റിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. തിരുവല്ല വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനത്തിന്റെ കൺവീനർ റെവറൻഡ് ലെവിൻ കോശി, ജോയിന്റ് കൺവീനർ ഇവാഞ്ചലിസ്റ്റ് ഷൈൻ ടി മാത്യു, സെക്രട്ടറി ദീപു രാജ് എന്നിവരോടൊപ്പം വിവിധ സഭകളിൽ നിന്നും നിരവധി യുവജനങ്ങൾ ഈ ഉദ്യമത്തിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ യുവജന പ്രസ്ഥാനത്തെ അഭിനന്ദിച്ചു. ബഥേൽ ആശ്രമം കമ്മിറ്റിയും ഭാരവാഹികളും പ്രസ്തുത സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. ഇന്നലെ മദ്രാസിൽ നടന്ന സിനഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ദക്ഷിണേന്ത്യ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ സ്ഥാനത്തേക്ക് ഈസ്റ്റ് കേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് VS ഫ്രാൻസിസിന്റെ പേര് നിർദ്ദേശിച്ചു. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സിനഡ് അംഗങ്ങളുടെ അഫർമേഷൻ വോട്ട് ശേഖരണത്തിന് ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. CSI സഭയുടെ തൃച്ചി, തഞ്ചാവൂർ, കന്യാകുമാരി മഹായിടവകകൾക്ക് പുതിയ അധ്യക്ഷന്മാരായി യഥാക്രമം റെവറൻഡ് ഡോക്ടർ S സാമുവൽ രാജദുരൈ, റെവറൻഡ് ഡോക്ടർ S ക്രിസ്റ്റഫർ വിജയൻ എന്നിവർ സ്ഥാനാഭിഷേക ശുശ്രൂഷയിലൂടെ നിയമിതരായി. ഈ മാസം 6-ാം തീയതി ശനിയാഴ്ച തൃച്ചിയിലെ ബിഷപ്പ് ഹേബർ കോളേജിലെ CSI സെന്റ് ലൂക്സ് ചർച്ചിൽ തൃച്ചി തഞ്ചാവൂർ മഹായിടവകയുടെ 7ാമത് ബിഷപ്പായാണ് റെവറൻഡ് ഡോക്ടർ S സാമുവൽ രാജദുരൈ സ്ഥാനാഭിഷിക്തനായത്. 7-ാം തീയതി ഞായറാഴ്ച നാഗർകോവിലിലെ CSI ഹോം ചർച്ചിൽ കന്യാകുമാരി മഹായിടവകയുടെ 7ാമത് ബിഷപ്പായി റെവറൻഡ് ഡോക്ടർ S ക്രിസ്റ്റഫർ വിജയനും സ്ഥാനാഭിഷിക്തനായി. CSI സഭ മോഡറേറ്റർ ദി മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ K രൂപൻ മാർക്കിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 2 ശുശ്രൂഷകളും നടത്തപ്പെട്ടു. വിവിധ മഹായിടവകകളുടെ ബിഷപ്പുമാരും വൈദികരും വിശ്വാസികളും സംബന്ധിച്ചു. ഹ്യൂസ്റ്റൺ CSI ദൈവാലയത്തിൽ താങ്ക്സ് ഗിവിംഗ് സൺഡേ ആരാധനയോടനുബന്ധിച്ചുള്ള വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകി. കുടുംബങ്ങളായി ആളുകൾ ആരാധനയിൽ സംബന്ധിക്കുകയും അപ്രകാരം പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തത് ഏറെ അർത്ഥവത്തായിരുന്നുവെന്ന് ബിഷപ്പ് വിലയിരുത്തി. കുറെ വർഷങ്ങൾക്ക് മുൻപ് സഭ ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ കൂട്ടായ്മ പങ്കുവച്ച ഒരു സ്തോത്ര ആരാധന ആയിരുന്നു ഹ്യൂസ്റ്റണിൽ നടന്നത്. ഈ ഐക്യത്തിന്റെ സാക്ഷ്യം ഫലകരമായി തുടരുവാൻ സഭയ്ക്ക് ഇടയാകട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു.
അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള സഭകളിൽ നിന്നും കണികാപുരം പ്രോജക്ട് ഉൾപ്പെടെയുള്ള മഹാ ഇടവകയുടെ പ്രധാന സംരംഭങ്ങൾക്ക് നല്ല സഹായം ലഭിച്ചത് ഏറെ പ്രശംസനീയമാണ്. എല്ലാ സഭകളോടും, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റൺ ഇടവകയോടും ബിഷപ്പ് പ്രത്യേക കൃതജ്ഞത രേഖപ്പെടുത്തി. മഹാ ഇടവക സന്നദ്ധ സുവിശേഷ സംഘം ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ സന്ദർശനം നടത്തി. മധ്യകേരള മഹാ ഇടവക സന്നദ്ധ സുവിശേഷ സംഘം എല്ലാ മാസവും നടത്തുന്നതായ സന്ദർശനം ഡിസംബർ മാസത്തിൽ ഏറ്റുമാനൂർ ഇടവകയുടെ ഉപസഭകളായ കടപ്പൂർ, പരിയാരമംഗലം, കിടങ്ങൂർ സഭകളെ കേന്ദ്രീകരിച്ച് നടത്തി. ഉപസഭകളിലെ ഭവന സന്ദർശനത്തോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തുടർന്ന് കിടങ്ങൂർ ജംഗ്ഷനിൽ പരസ്യയോഗവും നടത്തി. റവറൻ CY തോമസ് മുഖ്യ സന്ദേശം നൽകി. പ്രൊബേഷണേഴ്സ് ലഹരിക്കെതിരെ തെരുവ് നാടകം അവതരിപ്പിച്ചു. പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, സഭാജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഏറ്റുമാനൂർ ഇടവക വികാരി റവറൻ ജേക്കബ് ജോൺസൺ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം അടൂർ വൈദിക ജില്ലയിലെ മണക്കാല ഇടവകയും അതിന്റെ ഉപസഭകളായ ചൂരക്കോട്, നെല്ലിമുകൾ എന്നീ സഭകളെ കേന്ദ്രീകരിച്ചാണ് സന്ദർശനം നടത്തിയത്. CSI മധ്യകേരള മഹാ ഇടവക യുവജന പ്രസ്ഥാനം അടൂർ മണക്കാല CSI HSS ഫോർ ദി പാർഷ്യലി ഹിയറിംഗിൽ ക്രിസ്മസ് ആഘോഷം യൂലറ്റൈറ്റ് സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് അനിത അലക്സ് സ്വാഗതം ആശംസിച്ചു. മഹാ ഇടവക യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ജിനു മാത്യു ജോസഫ് അധ്യക്ഷ പ്രസംഗം നടത്തി. യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ക്രിസ്മസ് സന്ദേശം നൽകി. യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻ നിനോ S. ജോൺ, സ്കൂൾ ബർസർ റവറൻ അനീഷ് M. ഫിലിപ്പ്, പ്രിൻസിപ്പൽ ശ്രീമതി ഷിനി മേരി ജോൺ, PTA പ്രസിഡന്റ് ശ്രീമതി നീബ ലിജു എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് നടത്തപ്പെട്ട കലാപരിപാടികൾക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. യുവലോകം മാനേജർ ജോബിൻ K. ജോസ് കൃതജ്ഞത രേഖപ്പെടുത്തി. കേരള സർക്കിൾ തപാൽ വകുപ്പ്, കോട്ടയം പോസ്റ്റൽ ഡിവിഷൻ, കോട്ടയം CMS കോളേജിൽ കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഭാരതീയ തപാൽ വകുപ്പ് രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള പോസ്റ്റ് ഓഫീസുകൾ ക്യാമ്പസുകളിൽ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു. പുതിയ രൂപത്തിലും ഭാവത്തിലും അത്യാധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ചിരിക്കുന്ന ജൻസി പോസ്റ്റ് ഓഫീസ് പുതിയ തലമുറയെ തപാൽ സംസ്കാരത്തിലേക്ക് അടുപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. വിശദാംശങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നവതലമുറയെ തപാലുകളുടെ ലോകത്തേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ഒരു ജൻസി പോസ്റ്റ് ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് കോട്ടയം CMS കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട വാർത്താവിനിമയ മന്ത്രി ശ്രീ ജ്യോതിലാൽ സിന്ധ്യയുടെ മാർഗനിർദ്ദേശപ്രകാരം രാജ്യത്തുടനീളം ആധുനികതയുടെ പ്രതീകമായ ഇത്തരം പോസ്റ്റ് ഓഫീസുകൾ ക്യാമ്പസുകളിൽ ആരംഭിക്കുവാൻ തപാൽ വകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് കേരള സർക്കിൾ തപാൽ വകുപ്പ് കോട്ടയം പോസ്റ്റൽ ഡിവിഷന്റെ ഈ പുതിയ സംരംഭം CMS കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ ആദ്യ കോളേജിന്റെ മണ്ണിൽ അക്ഷരങ്ങളുടെയും അച്ചടിയുടെയും പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന ഈ കലാലയ മുറ്റത്ത് കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുമ്പോൾ പൗരാണികതയും ആധുനികതയും കൈകോർക്കുകയാണ് ഇവിടെ. ഡിസംബർ 8-ാം തീയതി ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ മുഖ്യാതിഥി ആയിരുന്ന ചടങ്ങിൽ കേരള സർക്കിൾ സെൻട്രൽ റീജിയൻ പോസ്റ്റൽ സർവീസസ് ഡയറക്ടർ ശ്രീ NR ഗിരി ജൻസി പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CMS കോളേജിലെ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയുമാണ് ഈ പോസ്റ്റ് ഓഫീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹാങ് ഔട്ട് ചെയ്യാനും പോസ്റ്റൽ സേവനങ്ങൾ ഉപയോഗിക്കാനുമുള്ള ഒരു ചെറിയ കേന്ദ്രം പോലെയാണ് ഇത്. സുഖകരമായ ഇരിപ്പിട ക്രമീകരണം, മിനി ലൈബ്രറി, വായനാ കോണുകൾ, വിനോദത്തിനുള്ള ബോർഡ് ഗെയിമുകൾ, മൊബൈൽ ലാപ്ടോപ്പ് ചാർജിംഗ് പോർട്ടുകളുള്ള ഒരു വർക്ക് ലഞ്ച്, വൈഫൈയിലേക്കുള്ള സൗജന്യ ആക്സസ്, ഉന്മേഷദായകമായ വെർട്ടിക്കൽ ഗാർഡൻ എന്നിവയെല്ലാം ഈ പുതിയ സ്ഥലത്ത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മെയിൽ പോസ്റ്റിംഗ്, പാർസൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫിലാറ്റലി സേവനങ്ങൾ എന്നിവ കൗണ്ടറിൽ ലഭ്യമാകും. തിരഞ്ഞെടുത്ത സ്മാരകത്തിനൊപ്പം സ്വന്തം ഫോട്ടോ പതിപ്പിച്ച് വ്യക്തിഗത സ്റ്റാമ്പുകളുടെ ഷീറ്റുകളായ മൈ സ്റ്റാമ്പ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്. കോളേജിന്റെ പ്രധാന കവാടത്തിനടുത്ത് അക്വേറിയത്തിന് സമീപമാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുക. പുറത്തുനിന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് കോളേജിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് അല്പം മാറി വഴിയുമുണ്ടാകും. ആശയവിനിമയത്തിന്റെ പഴയ വഴികളിൽ പുതിയ കാൽവെപ്പുകൾ ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നതാവും ഈ നവസംരംഭം. എപ്പിസ്കോപ്പൽ സന്ദർശനത്തിനായും വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതിനായും
മഹായിടവക അധ്യക്ഷൻ വിവിധ പ്രാദേശിക സഭകളിൽ സന്ദർശനം നടത്തി. അടൂർ വൈദിക ജില്ലയിൽ പുതുവൽ ഇടവകയുടെ ഉപസഭയായ ഇളമണ്ണൂർ CSI സെന്റ് ജോൺസ് സഭയുടെ 125 പ്രതിഷ്ഠാ ദിന സ്തോത്ര ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകി. ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു മഹായിടവക അധ്യക്ഷൻ ഈ സഭയിൽ സന്ദർശനം നടത്തുന്നത്. ഇടവക വികാരി റവറൻ ജിജി ജോസഫ്, സഭാ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് ചാണ്ടി കുരുവിള, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ശുശ്രൂഷ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ബിഷപ്പ് ചാപ്ലിയൻ റവറൻ ഷെറി വർഗീസ്, മുൻ സഭാ ശുശ്രൂഷകരായ ഇവാഞ്ചലിസ്റ്റ് MM മത്തായി, ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യു എന്നിവരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. മാവേലിക്കര വൈദിക ജില്ലയിൽ കായംകുളം സെന്റ് ജോൺസ് ഇടവകയുടെ ഉപസഭയായ കണ്ണമംഗലം CSI സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകി. 13 കുട്ടികൾ ശുശ്രൂഷയിലൂടെ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഹെൽപ്പറായി ശുശ്രൂഷ ചെയ്യുന്ന ഡെനി ഡാനിയലും ഇടവക പട്ടക്കാരൻ റവറൻ മാത്യൂസ് പി ഉമ്മനും ചർച്ച് കമ്മിറ്റി അംഗങ്ങളുമാണ്. സ്ഥിരീകരിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും നേതൃത്വം നൽകിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. ഇലന്തൂർ വൈദിക ജില്ലയിൽ പുന്നക്കാട് ഇടവകയുടെ ഉപസഭയായ കരിമ്പേക്കൽ CSI സെന്റ് ജോസഫ് ചർച്ചിലാണ് ഏറ്റവും ഒടുവിൽ ബിഷപ്പ് സന്ദർശനം നടത്തിയത്. വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബിഷപ്പിന് ആരാധനയ്ക്ക് ശേഷം നടത്തപ്പെട്ട പൊതുസമ്മേളനത്തിൽ സ്വീകരണം നൽകി. ഇടവക വൈദിക ജില്ല മഹാ ഇടവക തലത്തിലുള്ള ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. പ്രസ്തുത സമ്മേളനത്തിൽ സ്റ്റേറ്റ് ലെവൽ ജൂനിയർ ഫുട്ബോൾ ടീമിൽ തെരഞ്ഞെടുക്കപ്പെട്ട അലന് അനുമോദനം നൽകി. ഇടവകയിലെ മുതിർന്നതായ വ്യക്തികളെയും പ്രസ്തുത മീറ്റിംഗിൽ ആദരിച്ചു. 409 ദൈവാലയങ്ങളുള്ള മഹാ ഇടവകയിലെ 350-ൽ അധികം സഭകൾ ഇതിനോടകം ബിഷപ്പ് സന്ദർശിച്ചു കഴിഞ്ഞു. സമീപ ഭാവിയിൽ മുഴുവൻ സഭകളും സന്ദർശിക്കുവാൻ ഇടയാകും എന്നാണ് കണക്കാക്കുന്നത്. മധ്യകേരള മഹായിടവക ഇലന്തൂർ വൈദിക ജില്ലയിൽ പുന്നക്കാട് CSI സെന്റ് തോമസ് ഇടവകാംഗമായ അഡ്വക്കേറ്റ് സാബു തോമസിനെ കേരള സർക്കാർ 2030 വരെ നോട്ടറിയായി നിയമിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ UNEA സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനമംഗം അബു എബ്രഹാം മാത്യു കെനിയയിലെ നൈറോബിയിലെ UN ഓഫീസിൽ വെച്ചാണ് സമ്മേളനം നടത്തപ്പെടുന്നത്. അബു ഇഗ്നിസ് ഫൗണ്ടേഷൻ സ്ഥാപക ഡയറക്ടറാണ്. സുസ്ഥിര വികസനം, സ്കൂളുകളിലെ കാലാവസ്ഥാ സാക്ഷരതാ പരിശീലനങ്ങൾ, യുവജനങ്ങളിലൂടെ കാലാവസ്ഥാ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലാണ് അദ്ദേഹം പ്രധാനമായും പ്രവർത്തനം നടത്തുന്നത്. പാരിസ്ഥിതിക വിഷയങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വേദിയാണ് UNEA. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങി ആഗോളതലത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയും രാജ്യങ്ങൾ ഒരുമിച്ച് പിന്തുടരേണ്ട ആഗോള പരിസ്ഥിതി അജണ്ട രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിൽ UNEA നിർണായക പങ്കുവഹിക്കുന്നു. അബു എബ്രഹാം മാത്യു കീഴ്വായ്പൂർ ഇടവകയിലെ യുവജനാംഗമാണ്. തിരൂരിൽ നടന്ന 26ാമത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മുൻ വർഷത്തെ ജേതാക്കളായ അടൂർ മണക്കാല CSI HSS ഫോർ ദി പാർഷ്യലി ഹിയറിംഗിലെ HSS വിഭാഗങ്ങളിൽ നിന്നും പങ്കെടുത്ത 45 കുട്ടികൾക്ക് A ഗ്രേഡ് ലഭിച്ചു. ഗ്രൂപ്പ് ഇനങ്ങളിൽ HS വിഭാഗം തിരുവാതിരയിൽ 1ാം സ്ഥാനവും HSS വിഭാഗം ഒപ്പനയിൽ 3ാം സ്ഥാനവും HS വിഭാഗം ചിത്രീകരണത്തിൽ 3ാം സ്ഥാനവും നേടി. വ്യക്തിഗത മത്സരങ്ങളിൽ HSS വിഭാഗം പദ്യപാരായണത്തിൽ ഋതുനന്ദ എസും, പെൻസിൽ ഡ്രോയിങ്ങിൽ സാബിർ എസും, കാർട്ടൂണിൽ ജോവൽ ജോജിയും 2ാം സ്ഥാനം കരസ്ഥമാക്കി. HS വിഭാഗം മോണോ ആക്ടിൽ അഭിരാമും, പെൻസിൽ ഡ്രോയിങ്ങിൽ അനഘാപി വിൽസൺ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ചിട്ടയായ പരിശീലനവും കുട്ടികളുടെയും അധ്യാപകരുടെയും സമർപ്പിതമായ പരിശ്രമവുമാണ് നേട്ടത്തിന് കാരണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പുന്നവേലി CMS LP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും പുന്നവേലി ഓർമ്മകളുടെ ഒരു ഗ്രാമം എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ശ്രീ തോമസ് ഐസക് ചീരമറ്റം സ്കൂൾ സന്ദർശിച്ചത് പുന്നവേലി CMS LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു നവ്യ അനുഭവമായി. മലയാള ഭാഷാ വാരാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സന്ദേശം നൽകാനായി ക്ഷണം സ്വീകരിച്ചെത്തിയതായിരുന്നു അദ്ദേഹം. പുന്നവേലിയുടെ നേർക്കാഴ്ചകളിലേക്ക് നയിക്കുന്ന പുസ്തകത്തിന്റെ അധ്യായങ്ങളിലൊന്ന് മുഴുവനായി പുന്നവേലി CMS LP സ്കൂളിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സമ്മേളനത്തിൽ പ്രഥമാധ്യാപകൻ കുര്യൻ ഡാനിയൽ, സ്റ്റാഫ് സെക്രട്ടറി സിനിത ബാബു, അധ്യാപകരായ റിൻഡു ജോൺസൺ, വിനീത ജോഷി, സ്മിത സുധീഷ്, ഓമന സതീഷ് എന്നിവർ പ്രസംഗിച്ചു. പുന്നവേലി CSI സഭാംഗമായ ശ്രീ തോമസ് ഐസക് ചീരമറ്റം ദോഹ സെന്റ് തോമസ് CSI ഇടവകയിലെ സജീവ അംഗവുമാണ്. CSI മധ്യകേരള മഹായിടവകയുടെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനമായ
കോട്ടയം ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ CSI റിട്രീറ്റ് സെന്ററിൽ നടത്തി. മഹായിടവക അധ്യക്ഷനും BMTI ഡയറക്ടറുമായ റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചിറയാൻ ബിഷപ്പ് ക്രിസ്മസ് സന്ദേശം നൽകി. പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറി റെവറൻഡ് ജോണി ആൻഡ്രൂസ് ആരാധന നയിച്ചു. മഹായിടവക വൈദിക സെക്രട്ടറി റെവറൻഡ് അനിയൻ കെ പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. BMTIയിലെ വിദ്യാർത്ഥികൾ കരോൾ ഗാനങ്ങൾ, സ്കിറ്റ് ഉൾപ്പെടെ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ കോർഡിനേറ്റ് ചെയ്തത് പ്രൊഫസർ ഡേവിഡ് എബ്രഹാം, ശ്രീ റൂബൻ മാത്യു സ്ട്രോൾ എന്നിവരാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച. നമസ്കാരം.